നമ്മളെ തിക്കോടി പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ഗേറ്റ് അടച്ചോ വിവരം നാട്ടിൽ മൊത്തം പാട്ടാണ് ന്യൂസിൽ അടക്കം വന്നിക്കുന്നൊക്കെ പറയില്ലേ അതേമാതിരി സമരമൊക്കെ നടന്നൊരു സംഭവമാണ്. അതൊക്കെ പിന്നെ നമുക്ക് പറയട്ടാ. അന്നേരം തന്നെ ഞാൻ മുന്നോട്ടൊക്കെ പോയി നോക്കുന്നത് ഇതിങ്ങനെ അടച്ചു വെച്ചിക്കല്ലോ. പിന്നെയാണ് ഇവനെന്താ പച്ചവെള്ളം ഇങ്ങനെ പാർന്നുകൊടുക്കുന്നത്. എന്തായാലും ബംഗാളിയെ പാരുന്നതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇവൻ പാരുന്ന എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചാൽ അവൻ പറഞ്ഞു വെച്ചുകൊണ്ട് നല്ലോണം പൊടി പാറുന്നുണ്ട്, അതുകൊണ്ടാണ് പാരുന്നത്. നന്നായി നല്ല പാറപ്പൊടി ഉണ്ടല്ലോ, നല്ലോണം പാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അണ്ടർപാസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ വണ്ടി പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അന്നേരം നമ്മളെ കമ്പനിക്കാർ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്ന സമയത്തുണ്ട് വാ പൂവല്ലേ. ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട്, നമുക്ക് ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നാൽ. പിന്നെ ഞാളും കൈ ആകാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കൈ കൊണ്ട് കേട്ടോ, ഇതെൻ്റെ കൈയാട്ടാ, നിങ്ങളിത് മാറ്റണ്ട. അങ്ങനെ കയ്യും കൈയിട്ട് നോക്കുന്ന സമയത്തുണ്ട് ഇതിൻ്റെ മക്കളെ പായറ്റൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. ഊണ് തീർന്ന് എന്നുള്ളൊരു വിവരം കിട്ടിയതിന് ശേഷം ഇവരെ രണ്ടാളെയും വിളിക്കേണ്ടിയിട്ട് നോക്കി നോക്കുന്നവരെ എൻ്റെ മക്കളെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുകയല്ലേ. ഞാൻ നേരെ ഉള്ളിലേക്ക് കയറി നോക്കി നോക്കുന്നവർ ഇവരുണ്ടാടെ ഇങ്ങനെ കുത്തിരിച്ചിട്ട് ലോക ഫോണുകൊണ്ട് കളിയും കഥയും ചിരിയും എന്നൊക്കെ പറയേണ്ട അതൊക്കെ. പിന്നെ ചുമർ മേലെയൊക്കെ ഉള്ള ഒരു നോട്ടം കൂടിയും കണ്ടതിന് ശേഷം ഞാൻ ചോദിച്ചല്ല ഓൾ ഇതെന്ത് നോട്ടാ ഇത്, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ശരിയാകുമോ. അന്നേരം എന്നോട് പറയാം അതൊക്കെ എല്ലാവരും ഇങ്ങനെ ചുമർ മേലെ ഇങ്ങനെ നോക്കുന്ന എന്തിനാണെന്നറിയോ, ഫുള്ള് ഫോട്ടോസ് അല്ലേ. പിന്നെ ഒരാൾ ഫോണിലേക്ക് തന്നെ അങ്ങ് പോയി. ഞാൻ ചോദിച്ചല്ല ഫോണ് ചുമരി നീ എന്തെന്നാ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ടെന്ന്. നമ്മളെ അങ്ങനെ വഴി കിട്ടുന്നതായിട്ട് ആ പ്ലേറ്റൊക്കെ കിട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞു ഇതാ ഈയിൽ തിന്ന് ഒരു പ്രത്യേക ടേസ്റ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഗ്ലാസും വെള്ളവും കറിയും ഒക്കെ കിട്ടിയിട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. കൊക്കുവിൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും അമ്മ മറ്റേ തേങ്ങ കടിച്ചതിലോട്ടുള്ള ചിരിയൊക്കെ ചിരിക്കുന്നത്. അന്നേരം തന്നെ നമുക്ക് കിട്ടിയിട്ടോ. നമ്മൾ ലേറ്റ് ആയിക്കും ഇവിടെ എത്തുന്നേരം. അന്നേരം എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പപ്പടവും ഒന്നുമില്ല കേട്ടോ, അച്ചാറടക്കം കുറവായതിനും. അപ്പോൾ ഞങ്ങൾ എത്തിയ ലേറ്റ് ആയതിനെ കൊണ്ട് ഊണ് തീർന്നു എന്നുള്ള സത്യം. ഞങ്ങൾ വന്ന സ്ഥിതിക്ക് പോലെ എന്താക്കിയാണ് ചോറിങ്ങ് തന്നാണ് ഒരു 1.5 ചോറായതിനും. ആ ചോറിൻ്റെ പ്ലേറ്റ് എൻ്റെതാട്ടോ. അത് ഞാൻ പിടിച്ചേറ്റി ഞാനങ്ങ് തിന്നിക്ക്. ഓക്ക് ചോറ് വേണ്ട, ഓൾ ചോറ് നിന്ന് വന്നാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ കഴിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ഫുഡ് എപ്പോഴും അയ്യൊരു രുചി മാറ്റില്ല. ഓംപ്ലേറ്റിന് പറഞ്ഞതിന് ശേഷം എൻ്റെ മക്കളെ ഇനി ഓംപ്ലേറ്റും കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് എന്താക്കാം ഒരു പിടുത്തം പിടിക്കാം. ഓംപ്ലേറ്റ് എനക്കും വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഓക്കും ഒരു ഓംപ്ലേറ്റും കൊടുത്തു. അങ്ങനെ അത് കഴിക്കുന്നൊക്കെ എന്തായാലും ഓംപ്ലേറ്റ് തിന്ന് തന്നെ വേണ്ടേ. ഒരു കഷ്ണം കാക്കാറ്റം കൊത്തുന്നതിനോട്ട് ഇങ്ങനെ കൊത്തി തിന്ന് എന്നോട് പറഞ്ഞു ഓംപ്ലേറ്റ് ഞാൻ ലാസ്റ്റാണ് തിന്നത്. ഞാനെന്ത് വേണിയത് എൻ്റെ ഓംപ്ലേറ്റ് ചോറിലിട്ടിട്ട് ഒരൊറ്റപ്പെടുത്തപ്പെടുത്തി അതും കൂടി എന്തൊക്കെയാണ് നമ്മളിങ്ങ് തിന്ന് കിട്ടും. ഒരാളുടെ ഗൂഗിൾ പേയിൽ പൈസ അയക്കേണ്ട കാര്യത്തിൽ തിരക്കില്ല. അപ്പം ഞങ്ങളെ ഫുഡ് ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത്ര അടിപൊളി ഫുഡാണ്. നമ്മളെ നാട്ടുകാരനെ കൊണ്ട് പറയില്ല, കിടില ഫുഡ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്ന് നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്ത് ഗേറ്റ് കഴിഞ്ഞ ഉടനെ ഈ ഒരു സ്പോട്ടിൽ അപ്പോൾ പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ പോയിക്ക് അപ്പുറത്തെ വീഡിയോയിൽ കാണാം. ബൈ.